ഹായ് ഫ്രണ്ട്സ്, ടൊരട്ട് പോവാം. ടൈറ്റിൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മൾ ഹീറോയിൻ പേര് മുംതാസ് എന്ന് വിളിക്കുക. അത് മാത്രമല്ല നമ്മൾ ഓട്ടിസ് നമ്പർ എപ്പോഴും മതി ഐഡലാണ് കേപ്പോപ്പ് ഐഡൽ ബോയ്സ്. അതെ, ഹീറോക്ക് എങ്ങനെ അവർ മീറ്റ് ചെയ്യുന്നതാണ് സ്റ്റോറി. എങ്ങനെയാണ് അവർ ഇങ്ങനെ കുറേ പ്രശ്നത്തിൽ എങ്ങനെയാണ് രക്ഷപ്പെട്ടു വരുന്നത് ഈ സ്റ്റോറിയിൽ അറിയുന്നത്. അത് മാത്രമല്ല ഇതിൽ ഹൊററാണ് സ്റ്റോറി. ഈ സ്റ്റോറി പോയ പിന്നെ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹീറോമാരെ ഹീറോയിൻ മീറ്റ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. നമ്മുടെ ഹീറോമാരെ ഹീറോയ്ക്ക് ഒരുപാട് ഇഷ്ടം, അത് മാത്രമല്ല കുട്ടി ക്രഷ്. നമുക്ക് സ്റ്റോറി പോയാൽ പിന്നെ അറിയാൻ പറ്റും. ഓക്കെ, പോവാം. ചോ, എന്താ, എന്ത് പറ്റി? ഇല്ലമ്മാ, കാറ് പഞ്ചറായി എന്ന് പറയാറ്. ഓ ദീദി, ഈ കാർ പഞ്ചറായ കൊണ്ട് എങ്ങനെ ദീദി പോകാൻ പറ്റും എന്ന് ഹീറോയ്ക്ക് കയറുന്നു. അതുകൊണ്ട് ആ ഇല്ലപ്പാ, അത് കാർ പഞ്ചറായി എന്ന് ഇങ്ങനെ ഫ്രണ്ട് അല്ല ഹീറോയിൻ്റെ ദീദി പറയായിരുന്നു. ഹീറോയിൻ്റെ ദീദി പറഞ്ഞ സീനിയർ പറയായിരുന്നു. എന്താടി ഇങ്ങനെ പറയുന്നത്? നെതിരെ ദീദി, എങ്ങനെ ദീദി പോവാ കാറിൽ? ഇല്ലപ്പാ, കുറച്ച് ലേറ്റായിമ്മാ, നമുക്ക് കാറിൽ പോവാം എന്ന് നെതിരെ ദീദി പറയായിരുന്നു. അതുകൊണ്ട് ഹീറോയെ പറയാൻ തുടങ്ങി. ദീദി ലേറ്റായി, രാത്രി എങ്ങനെ പോണ്ടേ എന്ന് പറയായിരുന്നു. ശരിമ്മാ, ഞാൻ വേറെ കാർ എടുക്കാം. റെഡ് കാറാണ് ഹീറോയിൻ്റെ അല്ല നെതിരെ ദീദി എടുത്തതായിരുന്നു. ശരി, വേണ്ട, ബ്ലൂ കാർ എടുക്കാം എന്ന് ബ്ലൂ കാർ എടുത്ത് സ്റ്റാർട്ട് ചെയ്ത് വരായിരുന്നു. അങ്ങനെ ഹോണ്ടഡ് പ്ലേസ്, ആ പ്ലേസിലാണ് ഹീറോയിൻ ഇങ്ങനെ ലേറ്റായി. അയ്യോ ഇല്ല ആണായിട്ട് നെതിരെ ദീദി ലേറ്റായല്ലോ, ദീദിക്ക് തലക്കൈ വെച്ചു. ഇപ്പം എന്താ ചെയ്യുക, വരവില്ല. അങ്ങനെ കാർ സ്റ്റാർട്ട് ചെയ്തോട് വന്നായിരുന്നു. അങ്ങനെയായിട്ട് കാർ അവിടെ നിന്ന് പെട്ടെന്നായിട്ട് നെതിരെ ദീദിക്ക് ഭയങ്കര പേടി വന്നു. ഈ വഴിയിൽ പോകാൻ പാടില്ല പറഞ്ഞായിരുന്നു. ഇത്ര ലേറ്റാവും എനിക്കറിയോ, എല്ലാത്തെ കാർന്ന് അവളാ എന്ന് ദീദിൻ്റെ ഫ്രണ്ടിൻ്റെ കാര്യം പറയായിരുന്നു. നെതിരെ ദീദി, എന്ത് പറ്റി? എല്ലാത്തെ കാർന്നോ? ആ ഫാത്തിമയൊക്കെ വെച്ചിട്ടുണ്ട്, എങ്ങനെ ഇവിടുന്ന് തപ്പിക്കോണം എന്ന് പറഞ്ഞ നെതിരെ ദീദി ഭയങ്കര പേടിക്കായിരുന്നു. ദീദി, നിന്നെ ദീദി ഇങ്ങനെ പേടിക്കണ എന്ന് നെസ്രിയ ദീദി. ശരിമ്മാ, നീ മിണ്ടാതിരുന്നോ എന്ന് പറഞ്ഞു. നെസ്രിയക്ക് ഭയങ്കര പേടി വന്നായിരുന്നു. ശരി, ഓക്കെ. പിന്നെ മോളെ, എന്ത് ദീദി എന്ന് ഹീറോ കേൾക്കായിരുന്നു. മോളെ, അവിടെ ഒരു ബുക്കുണ്ട്, അത് സൂക്ഷിച്ച് വെച്ചോ. എന്താ ദീദി അത്? അത് നിനക്ക് പറയാം. ആ ബുക്ക് എടുത്തോളൂ, അവിടെ നിന്ന് ഇരിക്കട്ടെ. ആ ബുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല. അത് നിറയെ ബുക്ക് ഉണ്ടായിരുന്നു, 4-5 ബുക്ക്. ശരി ദീദി, ഇപ്പം എന്താ ചെയ്യുക? ശരി, ഇവിടെ മുണ്ടാതിരുന്നോ എന്ന് പറഞ്ഞ് അങ്ങനെ ദീദി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് പോയിരുന്നു. അങ്ങനെ പെട്ടെന്ന് ആ കാർ അവിടെ നിന്നു. ഹൊറർ പ്ലേസ് അങ്ങനെയായിട്ട്. ശരി, ഇപ്പം എന്താ ചെയ്യുക എന്ന് പറഞ്ഞ് രണ്ടുപേർക്ക് ഭയങ്കര പേടിയായിരുന്നു. അങ്ങനെയായിട്ട് ദീദിക്ക് ബാത്റൂം പ്ലേസ് വാ, എന്നെ ആ പ്ലേസ് കുറച്ച് ദൂരമുണ്ട്, ഇവിടെ ഒന്നും പ്രശ്നമില്ല എന്ന് അവിടെ നിപ്പിച്ചായിരുന്നു. ദീദിക്കറിയില്ല, പാവം, അവിടെയാണ് പ്രശ്നം സ്റ്റാർട്ടാവുന്നത്. അതറിയാത്ത ആ ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ നിന്നു കുറച്ച് ദൂരെ ബാത്റൂമുണ്ട്. ശരിമ്മാ, അതിനെ ബസ് അവിടെ ഇറങ്ങിയായിരുന്നു. അങ്ങനെയായിട്ട് നോക്കുമ്പോൾ ദീദി ഇങ്ങനെ ഹീറോയിൻ ഇങ്ങനെ നിന്ന പിന്നെ ഒരു ബ്ലാക്ക് കാർ വന്ന് നിന്നോട് സ്റ്റോപ്പായി. എന്തിട്ട് പറ്റി എന്ന് അതിലൊരാൾ കേട്ടായിരുന്നു. എന്താടാ പറ്റി? സാർ, കാറ് സ്റ്റോപ്പായി സാർ, എന്താ പ്രശ്നം ഞാൻ നോക്കാം എന്ന് പറയായിരുന്നു. ശരി, എങ്ങനെ അവിടെ ബസ് സ്റ്റാൻഡ് ഉണ്ടോ അങ്ങനെ പറഞ്ഞു. ആ ബോയ്സ് എല്ലാവരും വന്നും ബസ് സ്റ്റാൻഡിൽ നിന്നായിരുന്നു. അതെ ഹീറോ, എന്താ ചെയ്യുക, ഇവിടെ ഒരു കഷ്ടം എന്ന് പറഞ്ഞ് ഇങ്ങനെ വഴക്കുണ്ടാക്കായിരുന്നു. എന്ത് ചെയ്യാതെ ഹീറോ യഥാർത്ഥം നോക്കുമ്പോൾ അവിടെ ഓട്ടിസം മെമ്പേഴ്സ് ഉണ്ട്. ജിന്ന് ചിരിച്ചിട്ട് നോക്കായിരുന്നു. ഹീറോയി, നിങ്ങൾ PTS മെമ്പർ ജിന്നല്ലേ? ജിന്ന് നോക്കി ചിരിക്കുകയായിരുന്നു. അതെ എന്ന് ജിന്ന് പറയായിരുന്നു. ഇത് കേട്ട ഹീറോയ്ക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. ശരി, ഞാൻ ബാത്റൂമിൽ പോകുന്നു എന്ന് പറഞ്ഞ് ബാത്റൂമിൽ പോയായിരുന്നു. ബാത്റൂമിൽ പോയപ്പോൾ അവിടെ ഒരു പ്രേതം, അതെ ഇതുമാതിരി ഞാൻ നടന്നോണ്ട് വരാൻ തുടങ്ങിയായിരുന്നു. നടന്നോണ്ട് വരാൻ തുടങ്ങി. ഹീറോയ്ക്ക് അത് കണ്ട പ്രേതം എന്ന് പറഞ്ഞാൽ ഒച്ച ഉണ്ടാക്കി ബാത്റൂമിൻ്റെ അകത്ത് ഒറ്റ പോകുമ്പോൾ ആണ് പ്രേതത്തെ കണ്ട. ഹീറോയെ പേടിച്ച് ഓടി വന്നു. ശങ്കേത് അത് ചങ്കുക്ക് ജിമിൻ കണ്ടായിരുന്നു. എന്ത് പറ്റിയിട്ട്? ഇല്ല, അകത്തെന്തോ ഒന്ന് കണ്ടായിരുന്നു, ഒരു പ്രേതം. ഇത് കേട്ടോ ജിമ്മിൻ പറയുന്നു. ഞാൻ കാണാത്ത പ്രേതമാണോ? ജിമ്മിൻ പറയായിരുന്നു. ഹീറോയ്ക്ക് ഭയങ്കര സൗണ്ടിൽ കേൾക്കായിരുന്നു. ബാത്റൂമിൽ കാര്യമില്ല. ജിമ്മിന് പറയുന്നു. ജേഹോ പറയാൻ തുടങ്ങി. ശരി, ഞാൻ പോയിട്ട് നോക്കാം, എനിക്കറിയാതെ എന്ത് പ്രേതം. ജേഹോ പോയായിരുന്നു. ജേഹോ പോയി നോക്കുമ്പോൾ അവിടെ ഒരു പ്രേതത്തിനെ കണ്ട തലക്ക് മീത്ത് നോക്കായിരുന്നു. ഹീറോ അങ്ങോട്ട് നോക്കാറും അതിൽ പറഞ്ഞുകൊണ്ട് വരുന്നതാണ്. ജേഹോക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ ഓടി വന്ന് വാതിൽ ലോക്ക് ചെയ്തു. അങ്ങനെ പ്രേത് വാതിൽ തട്ടായിരുന്നു. ഇത് കണ്ട് ഭയങ്കര പേടി വന്നു ഹീറോ. എല്ലാവരും അവിടെ എത്തിക്കത്തുണ്ടായിരുന്നു. അവിടെ ഒരു പാട്ട് പാടിയായിരുന്നു നമ്മളെ
പാട്ട് അതെ അതെ അവൾ പാട്ട് പാടി വരാൻ എൻ്റെ അമ്മ ജനിക്കമ്മ എൻ്റെ അമ്മ കുടിച്ച് തുപ്പി എൻ്റെ അമ്മ ബ്രാൻഡി കുപ്പി എൻ്റെ അമ്മ കുടിച്ച് തുപ്പി ഇല്ലല്ലോ ഈ നിപ്പിക്ക് എന്തടി പറ്റി ഇല്ല ഏയ് നിപ്പിക്ക് എന്ന് പറയായിരുന്നു അതുകൊണ്ട് ശരി എന്ന് പറഞ്ഞ് ഫ്രണ്ടിനോട് പറഞ്ഞായിരുന്നു ഫ്രണ്ട് നിപ്പിച്ചായിരുന്നു ഏയ് അങ്കിൾ ഇവിടെ നിപ്പിക്ക് ഞാൻ പോയിട്ട് വരാം എന്ന് പറഞ്ഞ് എന്തിനാ പോന്നേ അങ്ങനെ പറഞ്ഞ് വണ്ടിയിൽ ഇറങ്ങി ദീദിയല്ലേ ഇത് ദീദി എന്താ ഇട ചെയ്യുന്നേ ഏയ് നീ എന്താ ഇവിടെ ചെയ്യുന്നത് ഇല്ല എനിക്ക് ഒറ്റ ട്രിപ്പ് വന്നതാ ട്രിപ്പിക്ക് കറങ്ങാൻ വേണ്ടി വന്നതാ അതുകൊണ്ട് ഞാൻ ചുമ്മാ വെറുതെ വന്നതാ ആ ചുമ്മാ വെറുതെ വന്നതാ നീ എന്തിനാ വന്നത് ഓ ഇതാ അവിടെ കണ്ടോ അവരെ കൂടെ വന്നതാ അതെ എന്ന് പറയായിരുന്നു എന്താ ഇവിടെ ഈ ദീദി ഇത് അവരല്ലേ അതെ അവർ തന്നെ ഹായ് കിങ് ടാങ് എന്താ ഹായ് വീ എന്ന് വീൻ്റെ അടുത്ത് പോയി പറയാറ് വീൻ്റെ അടുത്ത് സംസാരിക്കായിരുന്നു ഓ ഫാൻ ഗേളാണ് ഫാൻ ഗേൾക്ക് ഹലോ എന്ന് പറഞ്ഞ് അതായിട്ട് സംസാരിക്കായിരുന്നു അത് കേട്ടിട്ട് സറള ചിരിക്കായിരുന്നു ശരി ഓക്കെ നീ എന്തിനാ അവിടെ ചെയ്യുന്നത് നീ ഹീറോയിക്കേട്ടായിരുന്നു അത് കിടന്ന് നടന്ന കാര്യം പറഞ്ഞു ഞാനൊരു ഗോസ്റ്റിനെ കണ്ടായിരുന്നു ഗാസ്റ്റാ എനിക്കറിയാതെ ഗോസ്റ്റ എന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ എന്താ ഗോസ്റ്റാ എനിക്കിവിടെ ഒരുമാതിരി വൈബാണല്ലോ എന്ന് പറയുന്നു എന്താ എന്നെ ഗ്ലാസ്സിൽ അതെ ആ ഗ്ലാസ്സിലൊന്നും തൂത്ത് നോക്കുമ്പോൾ ഒരു കൈൻ്റെ ഒരു മാതിരി ഉണ്ട് ലോങ് കൈ വലിയ ഉഗ്രമാതിരി അതുകൾ നമ്മളെ അത് കൊണ്ടൊക്കെ പേടി വന്നു എന്താ ഇത് ഇത്ര വലിയ ഉഗ്രു എന്താ ഇത് ഷോ ആണോ ഞാൻ പോട്ടെ എന്ന് പറയായിരുന്നു അതിലൊരു ഗുരിച്ചി വന്നായിരുന്നു അകത്ത് പോകണ്ടേ എന്നൊരു മന്ത്രവാദി വന്നായിരുന്നു ഈ ആരപ്പ നിങ്ങൾ എന്ന് പറയായിരുന്നു അപ്പാ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു അയാളൊരു വണ്ടി പറഞ്ഞായിരുന്നു അയാളൊരു വണ്ടിയിലാണ് വന്നത് കുട്ടികളെ നിങ്ങൾ വണ്ടി നടന്ന കാര്യം പറഞ്ഞായിരുന്നു അതെ ഗുരുജി എന്ന് ഹീറോയി പറയായിരുന്നു ശരി ഞാൻ തന്നത് നിങ്ങൾ വണ്ടിയിൽ ഇട്ടോ അത് ദിവസം നിങ്ങൾ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എന്നെ ഗുരുജി പറഞ്ഞായിരുന്നു അതിൽ ഗുരുജിയുടെ ശിഷ്യന്മാർ ആ വണ്ടിയിൽ വെക്കാൻ പറഞ്ഞത് അതെ ആ വണ്ടിയിലകത്ത് വെച്ചായിരുന്നു അങ്ങനെ വണ്ടി സ്റ്റാർട്ടായിരുന്നു അങ്ങനെ ഗുരുജിൻ്റെ പുറകിൽ പോയി പറഞ്ഞു അങ്ങനെ ഫോളോ ചെയ്ത് ഗുരുജിൻ്റെ പുറകിൽ പോയിരുന്നു